ഹായ് ഗായ്സ്. അപ്പം ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്നാന്ന് വെച്ചാൽ അതെ, ഏറെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തൽ നടത്താൻ വേണ്ടി മുൻ ബിഗ് ബോസ് താരം കൂടിയായ ജാനകി എത്തിയിരിക്കുകയാണ്. ഏറെ പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ സംശയമില്ല, വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തന്റേതായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ വേണ്ടി തന്നെയായിരിക്കാം, അല്ലെങ്കിൽ സമകാലീന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. കുറച്ച് പേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റൊക്കെ ഇടുന്നത് വളരെ കുറവാണ്. സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്ക്. അതെ, ഇതൊന്നുമല്ല വിഷയം. ഓള സബ്സ്ക്രിപ്ഷൻ, അത് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ പൂർവാധികം ഭംഗിയായി ഈ ഒരു ബിഗ് ബോസ് താരവും തുടങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസിന് ശേഷം വലിയ ബിസി ഷെഡ്യൂളുകളായിരുന്നു. അതിനിടയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു, ചില ഫോട്ടോസ് മാത്രം ഇടുന്നു. എന്തിനാ കൂടുതലായി ഇട്ട ചില ഫോട്ടോസ് അവിടെ കയറിക്കഴിഞ്ഞാൽ കയറുന്നതിന് മുമ്പ് തന്നെ, സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏതൊരു ഞരമ്പിന്റെ കിളി പറന്നു പോകുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് ഇട്ടിരിക്കുന്നത്. ഏറെ ഞെട്ടുളവാക്കുന്നത് തന്നെയാണ്. എന്തിനാണ് കൂടുതൽ ഇടുന്നത്? ഇതുപോലുള്ള 2 മാസത്തിലൊരിക്കൽ ഇട്ടാൽ മതിയല്ലോ. പക്ഷെ ഏറെ ദുഃഖകരമായ ചില സംഭവങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഏറെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായി കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാര് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. കാരണമാണ് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ ഇത് ആ കാര്യമല്ല പറയാൻ പോകുന്നത്, ഇത് വേറൊരു കാര്യമാണ്. 399 ആണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനിലുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെയൊക്കെ അയച്ചു തരാനും ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ തുടങ്ങിയിരിക്കുന്നത്? ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒന്ന് ആലോചിച്ച് വെക്കുക. ഓള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷം വെറും 300 സംതിങ് ആൾക്കാർ മാത്രമാണ് കയറിയിരിക്കുന്നത്. 390 രൂപ നിരക്കിൽ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഓളുമായി ബന്ധപ്പെട്ട ഓളുടെ കുടുംബക്കാര്, ബന്ധുക്കള്, സുഹൃത്തുക്കള്, അടുത്ത സുഹൃത്തുക്കള്, പഹയന്മാര്, ഇത്രയും കാലം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ബന്ധുവാണ്, വീട്ടുകാരാണെന്നൊക്കെ ധരിച്ചിരുന്ന സ്വന്തം വീട്ടുകാർ പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓളെ സബ്സ്ക്രിപ്ഷനിലുള്ള സാധനങ്ങൾ ഫ്രീ ആയിട്ട് കാണണം എന്നാണ്. ഇതുപോലൊരവസ്ഥ ഒരാൾക്ക് ഉണ്ടാവില്ല. എന്നാൽ താരമേറെ ശുഭതയായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അത്തരക്കാർക്കെതിരെ. എന്താണത്? ഇനിയിപ്പോ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. എനിക്കതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പം നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്ലാറ്റ്ഫോം കൂടി, ഇങ്ങനെ ഒരു ഐഡിയയും കൂടി വന്നത് കൊണ്ടിട്ട് അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് അതിലേക്ക് ഇടുന്നു. അതേ, താരം ഒരു സങ്കോചവുമില്ല വെളിപ്പെടുത്തുകയാണ്. അതായത് തന്റെ സബ്സ്ക്രിപ്ഷനിൽ പൈസ എടുത്ത് കുടുംബക്കാർ കയറിയാൽ പോലും, വീട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാർ, ബന്ധുക്കൾ കയറിയാൽ പോലും തനിക്കൊരു പ്രശ്നവുമില്ല. വളരെ കൃത്യമായി 390 രൂപ മുടക്കി അത് അടച്ചതിന് ശേഷം തന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറി വേണ്ടുവോളം ആസ്വാദനം നടത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. അല്ല, ഞമ്മക്കൊക്കെ ഇതിന് എന്ത് ബെനിഫിറ്റ് ഇട്ടാണ്? ഞമ്മക്ക് നഷ്ടം മാത്രം. ഞമ്മന്റെ ഉറക്കളപ്പോ, ഞമ്മന്റെ ആരോഗ്യം, നമ്മന്റെ എല്ലാം പൈസ എല്ലാം പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് ആലോചിച്ച് വെക്കുക. എന്തുമാത്രം താരങ്ങൾ, പുതിയ താരങ്ങളാണ് ഓരോ ദിവസവും സബ്സ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. അവർക്കെല്ലാം ഈ പറഞ്ഞ കണക്ക് മിനിമം 500-ൽ കുറയാതെ 500 to 3000. ഹൻസികയുടെ മറ്റേ കൃഷ്ണകുമാറിന്റെ മകൾ തുടങ്ങി 3500, 2 ദിവസം കൊണ്ട് 3500 കയറിയിരിക്കുന്നു. അന്നാരാജന് 3500 ആയി. ഒന്ന് ആലോചിച്ച് വെക്കുക. എല്ലാ താരങ്ങൾക്കും 3500, 4000. 2 രാത്രിയുണ്ട്. കൃഷ്ണകുമാർജിയുടെ മകൾ 12 ലക്ഷം രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നാരാജൻ ഒരാഴ്ച കൊണ്ട് 13 ലക്ഷം രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആലോചിച്ച് വെക്കുക ഇവരുടെ ആ ഒരു സാമ്പത്തിക നേട്ടം. അതായത് ഒരാൾക്കും എത്തിപ്പിടിക്കാത്ത രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖ താരങ്ങൾ. പുരുഷന്മാരെ സംബന്ധിച്ച്, പഹയന്മാരെ സംബന്ധിച്ച് ഓല ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ്. ഓലും തുടങ്ങണമെന്നാണ് എൻ്റെ ഇത്. കാരണം ഓലയും കാണാൻ വേണ്ടി ഈ പറഞ്ഞ LGTVൻ്റെ ആൾക്കാർ ഒരുപക്ഷെ വലിയൊരു വിഭാഗം ആണുങ്ങളെ കാണാൻ വേണ്ടി എന്നോട് കുറച്ച് പഹയന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ തുടങ്ങുവാണെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. LGTVയുടെ ആൾക്കാർക്ക് വേണ്ടി ഒരുപക്ഷെ വരും നാളുകളിൽ ഒരുപക്ഷെ പുരുഷന്മാരെ ഈ ഒരു മേഖലയിലേക്ക് വന്നേക്കാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറെ ഞെട്ടുളവാക്കുന്നത്. അതായത്
നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം ആളുകൾ സബ്സ്ക്രിപ്ഷനിലേക്ക് വരുന്നു എന്നുള്ളത് ഏറെ ഞെട്ടലുളവാക്കുന്ന ഈ പഹയന്മാരുടെ മൊത്തം പ്രവാസികളായ പഹയന്മാർ നമ്മുടെ നാട്ടിൽ കല്ലിൻ്റെ പണിക്ക് പോകുന്ന രാവന്തി പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസ ഈ രീതിയിൽ പോകുന്നത് ഏറെ ദുഃഖകരവസ്ഥയാണ്. ഓല കുടുംബത്തിലെ കുട്ടികൾ തിന്നേണ്ട പൈസ ഈ രീതിയിൽ അല്പനേരത്തെ ആ ഒരു കുന്തളിപ്പിന് വേണ്ടി പോകുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. നമ്മുടെ നാട്ടിൽ കാമക്കടവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് തരുമോ, നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട, അത്രേ ഉള്ളൂ. ഇത് കുറേ പേരെടുത്ത് എനിക്കാണെങ്കിൽ കുറേ പേരെടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് വരും കേട്ടോ. ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് കണ്ട് ഇപ്പം മതിയായില്ലേ, എൻ്റെ വായിരിക്കണ കേട്ടപ്പോഴത്തേക്കും മതിയായില്ലേ. ഇനി മേലിൽ ഇക്കാര്യം ചോദിച്ചുകൊണ്ട് വരരുത് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. കുറച്ച് പേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇടുന്നത് വളരെ കുറവാണ്, സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്കുകൾ കാരണമാണ് എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ ഇത് ആ കാര്യമല്ല പറയാൻ പോകുന്നത്, ഇത് വേറൊരു കാര്യമാണ്. 399 ആണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനിലുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെയൊക്കെ അയച്ചു തരാനും കാണിച്ചു തരാനും ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ തുടങ്ങിയിരിക്കുന്നത്? ഇനിയിപ്പോൾ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. എനിക്കതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പം നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്ലാറ്റ്ഫോം കൂടി, ഇങ്ങനെ ഒരു ഐഡിയയും കൂടി വന്നത് കൊണ്ടിട്ട് അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് അതിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് തരുമോ, നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട, അത്രേ ഉള്ളൂ. ഇത് കുറേ പേരെടുത്ത് എനിക്കാണെങ്കിൽ കുറേ പേരെടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് വരും കേട്ടോ. ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് കണ്ട് ഇപ്പം മതിയായില്ലേ, എൻ്റെ വായിരിക്കണ കേട്ടപ്പോഴത്തേക്കും മതിയായില്ലേ. ഇനി മേലിൽ ഇക്കാര്യം ചോദിച്ചുകൊണ്ട് വരരുത് കേട്ടോ.